ബ്രേക്കിംഗ് ന്യൂസ് പുറത്തുവരികയാണ്. കേരള പോലീസിന്റെ ഗുണ്ടാ മാഫിയ ബന്ധം വീണ്ടും പുറത്തുവരുന്നു. ഗുണ്ടാ നേതാവ് തമ്മനം ഫൈസലിന്റെ വീട്ടിൽ ഡിവൈഎസ്പിക്കും പോലീസ് ഏമാന്മാർക്കും സ്നേഹവിരുന്ന്. രഹസ്യവിവരത്തെ തുടർന്ന് പരിശോധനയ്ക്കായി എസ്ഐയും സംഘവും എത്തിയതോടെ ഡിവൈഎസ്പി ശുചിമുറിയിൽ കയറി ഒളിച്ചു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. പോലീസും ഗുണ്ടാ തലവന്മാരുമായുള്ള മച്ചാ ബന്ധമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആലപ്പുഴയിലെ ഡിവൈഎസ്പി MG സാബുവും പോലീസുകാരുമാണ് ഗുണ്ടാ നേതാവിന്റെ വീട്ടിൽ വിരുന്നിന് പങ്കെടുത്തിരിക്കുന്നത്. പരിശോധനയ്ക്കായി എസ്ഐയും സംഘവും എത്തിയപ്പോഴാണ് ഡിവൈഎസ്പി ശുചിമുറിയിൽ കയറി ഒളിച്ചതെന്നാണ് വിവരങ്ങൾ. ഗുണ്ടാ നേതാവ് തമ്മനം ഫൈസലിന്റെ അങ്കമാലിയിലുള്ള സ്വന്തം വീട്ടിലാണ് വിരുന്നൊരുക്കിയത്. സംഭവത്തിൽ പോലീസ് ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. നിരവധി കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയാണ് തമ്മനം ഫൈസൽ എന്നാണ് വിവരങ്ങൾ. അതേസമയം ഗുണ്ടകൾക്ക് വിവരങ്ങൾ ചോർത്തി നൽകി മാസപ്പടി വാങ്ങി കീശ നിറച്ചും അവരുടെ സൽക്കാരം സ്വീകരിച്ചും ഏകദേശം 60,000-ഓളം വരുന്ന സേനയ്ക്കാകെ നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ് ഈ ക്രിമിനൽ പോലീസുകാർ. തങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ പോലീസ് ഉണ്ടെന്ന ധൈര്യത്തിലാണ് ജനങ്ങൾ ഇതുവരെ സുഖമായി ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പോഴിതാ ഇനി അതൊന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്. ജനങ്ങളുടെ ജീവനും സ്വത്തും കൊള്ളയടിക്കാൻ കൂട്ടുനിൽക്കുന്ന കൊള്ളക്കാരായി മാറുകയാണ് കേരള പോലീസ്. അതായത് ഈയിടെ കോട്ടയത്ത് കുപ്രസിദ്ധ ഗുണ്ട അരുൺ ഗോപൻ എന്ന ബോസുമായി ചങ്ങനാശ്ശേരി ഡിവൈഎസ്പി ശ്രീകുമാർ, സൈബർ സെൽ CI MG അരുൺ, പോലീസുകാരെ അരുൺകുമാർ, മനോജ് എന്നിവർക്ക് അവിശുദ്ധ ബന്ധമുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവി ഇതിനു മുമ്പ് ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ ഗുണ്ടാബന്ധം കണ്ടെത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു സങ്കേതത്തിൽ ഗുണ്ടാ നേതാവുമായിട്ടുള്ള സ്വകാര്യ സംഭാഷണത്തിനും വിരുന്നിനുമായിട്ട് അങ്കമാലിയിൽ ഗുണ്ടാ നേതാവിന്റെ വീട്ടിൽ തന്നെ ആലപ്പുഴയിലെ ഡിവൈഎസ്പിയും സംഘവും എത്തിയെന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. അതായത് ഗുണ്ടാ വേട്ടയുടെ രഹസ്യങ്ങൾ ചോർത്തിയും എതിർ സംഘങ്ങളെ ജയിലിലടച്ചും മദ്യസൽക്കാരം നടത്തിയുമൊക്കെ കേസുകൾ ഒതുക്കിയാണ് പോലീസിന്റെ ഗുണ്ടാ ചങ്ങാത്തം ഇപ്പോൾ അരങ്ങ് തകർക്കുന്നത്. പ്രതിഫലമായി ഗുണ്ടാ സംഘം കൃത്യമായി ഇവർക്ക് മാസപ്പടി എത്തിക്കുമെന്നാണ് വിവരങ്ങൾ. മണൽ മാഫിയ മുതൽ കൊടും ക്രിമിനലുകൾ വരെയുള്ളവരുമായി പോലീസിന് അവിശുദ്ധ ബന്ധമുണ്ടെന്നാണ് വിവരങ്ങൾ. ക്രിമിനൽ ബന്ധമുള്ള ജില്ലകളിലെ പോലീസുകാരെ കുറിച്ചുള്ള രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ പൂഴ്ത്തിവെക്കുകയാണ് നിലവിൽ പതിവ്. ചങ്ങാത്തമുള്ളവരെ ഗുണ്ടാ പട്ടികയിൽ ഉൾപ്പെടുത്താതിരിക്കാനും കരുതൽ തടങ്കലും നാടുകടത്തലും ഒക്കെ ഒഴിവാക്കാനും പോലീസിന്റെ ഒത്താശയുണ്ട്. ഗുണ്ടാ നിയമം ചുമത്താൻ 7 വർഷത്തെ കേസ് ചരിത്രം സഹിതമാണ് കളക്ടർക്ക് അപേക്ഷ നൽകേണ്ടത്. ഇതിൽ കേസ് നമ്പറുകളും വകുപ്പും സെക്ഷനുകളും ഒക്കെ തെറ്റായി എഴുതി ഗുണ്ടകളെ രക്ഷിക്കുകയാണ് പോലീസുകാർ ചെയ്യുന്നത്. കളക്ടർ നടപടിയെടുത്താൽ പോലും കാപ്പ ബോർഡിലും ഹൈക്കോടതിയിലും അപ്പീൽ നൽകി ഗുണ്ടകൾ ഊരിപ്പോകുന്നതാണ് സ്ഥിതി. നിലവിൽ ഗുണ്ടാബന്ധം കണ്ടെത്തിയാലും സസ്പെൻഷൻ മാത്രമായിരിക്കും ഇവർ നേരിടുന്ന ശിക്ഷ. 6 മാസത്തിന് പിന്നാലെ വീണ്ടും കാക്കിയിട്ട് വിലസാമെന്നത് ഇവർക്ക് തന്നെ അറിയാം. വകുപ്പ് തല അന്വേഷണം വർഷങ്ങൾക്ക് പിന്നാലെ തീരുമ്പോഴും ക്ലീൻ ചീട്ട് തന്നെ ഇവർക്ക് ലഭിക്കും. സ്ഥാനക്കയറ്റവും മുടങ്ങില്ല. കൊലവെറിയുമായി നാട് വിറപ്പിക്കുന്ന ഗുണ്ടകളുമായും മാഫിയകളുമായി പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിശുദ്ധ ബന്ധം പുലർത്തുന്നതായി അടുത്തിടെ തുറന്നടിച്ചത് ഇന്റലിജൻസ് മേധാവി TK വിനോദ് കുമാർ ആയിരുന്നു. ഉന്നത പോലീസ് യോഗത്തിലായിരുന്നു ഇന്റലിജൻസ് മേധാവി ധൈര്യപൂർവ്വമുള്ള ഈ തുറന്നു പറച്ചിൽ നടത്തിയത്. അതായത് നിലവിൽ ജില്ലകളിലെ ക്രിമിനൽ ബന്ധമുള്ള പോലീസുകാരെ കുറിച്ചുള്ള വിവരങ്ങൾ രഹസ്യാന്വേഷണ വിഭാഗം നൽകുമ്പോഴാണ് മേലുദ്യോഗസ്ഥർ ഉഴപ്പുന്ന പതിവ് കണ്ടത്. ഇതൊക്കെ അവസാനിപ്പിച്ചുടനടി ജില്ലാ പോലീസ് മേധാവിമാർ നടപടിയെടുക്കണമെന്ന് തന്നെയാണ് ഇന്റലിജൻസ് മേധാവി ആവശ്യപ്പെട്ടത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഗുണ്ടകളെ അമർച്ച ചെയ്യാനുള്ള നടപടികൾ ശക്തിപ്പെടുത്തണമെന്നും സംസ്ഥാന ജില്ലാ തലത്തിൽ ഗുണ്ടാ വേട്ടയ്ക്കുള്ള പ്രത്യേക സംഘങ്ങൾ ഉണ്ടാക്കണമെന്നും ഗുണ്ടാവിരുദ്ധ പ്രവർത്തനങ്ങൾ SP-മാർ ഏകോപിപ്പിക്കണമെന്നുമൊക്കെ DGP അനിൽകാന്തും ഉത്തരവിറക്കിയിട്ടുണ്ടായിരുന്നു. എന്നാലും പോലീസും ഗുണ്ടകളും തമ്മിലുള്ള ആ ഒരു ബന്ധം ഇപ്പോഴും തുടർന്നു വരുന്നു എന്നത് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരുടെ നോട്ടപ്പിശക് തന്നെയാണ് താഴെത്തട്ടിൽ പോലീസ് ഗുണ്ടാ ചങ്ങാത്തത്തിന് കാരണമെന്നതും വ്യക്തമാണ്. സർക്കാരിനും ഇക്കാര്യത്തിൽ വലിയ പങ്കുണ്ട്. ഇൻസ്പെക്ടർ മുതൽ ADGP വരെ പല തട്ടുകളിലായിരുന്ന മേൽനോട്ടം സംവിധാനം പൊളിച്ചടുക്കി പോലീസിനെ നിർവീര്യമാക്കിയത് ഗുണ്ടകൾ തഴച്ചു വളരാൻ ഇടയാക്കുകയാണ്. കൊലവിളികളുമായി ഗുണ്ടകൾ നാട് വാഴുമ്പോഴും ഗുണ്ടാ തലവന്മാരെ ഗുണ്ടാ നിയമം ചുമത്തി ജയിലിൽ അടയ്ക്കാനും നാട് കടത്താനുമുള്ള നടപടികൾ അട്ടിമറിക്കുന്നതും പോലീസ് തന്നെയാണ്. രാഷ്ട്രീയ സ്വാധീനമുള്ള ഗുണ്ടകളെ ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെടുത്താതിരിക്കാനാണ് ഇവർ ആദ്യം ശ്രമിക്കുന്നത്. നടന്നില്ലെങ്കിൽ ഗുണ്ടാ നിയമം ചുമത്താൻ കളക്ടർക്ക് നൽകുന്ന അപേക്ഷയിൽ തെറ്റായ വിവരങ്ങൾ പോലും ഇവർ ഉൾപ്പെടുത്തും. ഇതോടെ കളക്ടർമാർക്ക് കരുതൽ തടങ്കലിന് ഉത്തരവിടാനാകാത്ത ഗുണ്ടകളാകട്ടെ നാട്ടിൽ സസുഖം വാഴുമെന്ന് തന്നെയാണ് വിവരങ്ങൾ. ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട വേണ്ടപ്പെട്ടവരെ ഒഴിവാക്കിയെടുക്കാനും ശിക്ഷ നീട്ടാതിരിക്കാനും തലസ്ഥാനത്ത് ചില മുതിർന്ന ഉദ്യോഗസ്ഥർ രംഗത്തിറങ്ങിയ ചരിത്രം വരെ ഇന്നുണ്ട്. കളക്ടർമാരെ രാഷ്ട്രീയക്കാർ സ്വാധീനിക്കുന്നതും പതിവാണ്. രാഷ്ട്രീയക്കാർക്കും പോലീസുകാർക്കുമെല്ലാം ഒരുപോലെ വേണ്ടപ്പെട്ടവരാണ് ഗുണ്ടകൾ എന്നാണ് ഇത്തരം സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.